ആൻസിമോളെ, അതെ, കേസും പുക്കാറും ഒക്കെ ആകുമെന്നാ തോന്നുന്നത്. കവലെ ചെന്നപ്പോഴേ ഓട്ടോക്കാരെല്ലാം കൂടെ എന്നെ അങ്ങ് വളഞ്ഞു. ഞാൻ പത്രക്കാരെ തല്ലിയെന്ന്. ഉണ്ണിപ്പിള്ളയുടെ കടയിലെ TV നോക്കിയപ്പോഴാ വാർത്ത കണ്ടത്. മോള് നോക്കിയില്ലായിരുന്നോ? ഞാനും കേട്ടായിരുന്നു കൊച്ചപ്പ. എനിക്ക് തോന്നുന്നത് പ്രശ്നമാവും തന്നെയാ. ഞാൻ പറഞ്ഞതും ചോദിച്ചൊന്നും അല്ല അവരിപ്പോൾ TV കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചപ്പൻ ക്യാമറ തല്ലിപ്പൊളിച്ചൊന്നും മീഡിയക്കാരെ ആക്രമിച്ചു എന്നൊക്കെ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവരൊരു കേസിന് പോയാൽ അതും മതി. പോട്ടുമോളെ, കേസിന് പോട്ടെ. നമ്മളെന്തിനാ പേടിക്കുന്നത്? തോന്നിയ ദിവസം പറഞ്ഞാലേ എല്ലാവരെയും ചവിട്ടിക്കൂട്ടി ഞാൻ. എന്റെ കൊച്ചാപ്പ, ആ KG സാർ പറഞ്ഞതേ ഇത് അവരെല്ലാരും കൂടെ ഇളക്കി വിട്ടതാ മീഡിയക്കാരെന്ന്, കേസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. കൊച്ചാപ്പ മിണ്ടാതിരുന്നേല് ഒരു കുഴപ്പമുണ്ടാവത്തില്ല. ഇനി കേസ് വരാൻ എന്തുവാ? പോലീസ് എന്നെ കൊണ്ടുപോട്ട് കൊണ്ടുപോട്ട്. അല്ലാതെ മോളായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ല കൊച്ചപ്പ, ഇതൊക്കെ നമ്മുടെ കേസ് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി അവരെ വഴി തടയുന്നാന്ന്. നമ്മള് തെറ്റുകാരാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഓരോരോ ചെറിയ കേസുകൾ ഉണ്ടായിക്കൊണ്ട് വരുന്നതല്ലേ. ഇതെന്താ കൊച്ചപ്പന് മനസ്സിലാവാത്തത്? എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതാ കൊച്ചപ്പൻ എത്ര നാളായി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും ഇതും അതുപോലെയല്ലേ. ഇനി ആരെന്നെ എന്നാ പറഞ്ഞാലും കൊച്ചപ്പൻ മിണ്ടണ്ട. മിണ്ടും, ഇനിയും മിണ്ടും. മോളെ കുറ്റം പറഞ്ഞാ ഇനി ഞാൻ ഇടം വരെ നോക്കത്തില്ല. അതിനെ കൊച്ചപ്പൻ വേറെ ജനിക്കണം. മക്കൾ ഉറങ്ങിയോടാ? അപ്പാപ്പൻ വന്നു. പറഞ്ഞ മനസ്സിലാവത്തില്ല. എത്ര നാളായി പറഞ്ഞോണ്ടിരിക്കും. ഞാനന്ന് തൊട്ടേ പറയാ, അവള് അന്നേ പഴിച്ചതാ. ചെറിയ പ്രായത്തില് അവളെ സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞ് പ്രൊഡക്ഷൻ കമ്പനികളുടെ നമ്പറും തപ്പി സ്ഥിരം വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അവള് ഈ STD ബൂത്തിലല്ലായിരുന്നോ? അപ്പോഴെപ്പോഴും വിളിക്കാലാ. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കത്തൊക്കെ എഴുതിയിട്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ മനുഷ്യക്ക് ഒരാളെ പോലെ ഇരിക്കുക, നായിക ആവാനുള്ള അവസരം എനിക്ക് തരണമെന്നും പറഞ്ഞ്, പിന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും പറഞ്ഞ് ചാൻസ് ചോദിച്ചോണ്ട് ഈ പ്രൊഡക്ഷൻ കമ്പനിക്കും പ്രൊഡ്യൂസേഴ്സിനും കൺട്രോളർമാർക്കും ഡയറക്ടർമാർക്കും സ്ഥിരം കത്ത് വരാറുണ്ട്. അങ്ങനെ 3-4 കത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട്. അന്നൊരു സ്ഥിരം ശല്യായിരുന്നു. കൊടുവള്ളി, തനിക്കും കിട്ടിണ്ടാ? എനിക്ക് വരുന്ന കത്തും ഫോട്ടോയും നോക്കുന്നത് റഷീനയായിരുന്നു, എന്റെ ഭാര്യയെ. അതുകൊണ്ട് ഞാൻ അതുങ്ങളെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാ കേട്ടോ, നീ ഈ ആൻസിക്ക് സിനിമയിൽ അഭിനയിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് എന്റെ നമ്പറും കണ്ടുപിടിച്ച് ഈ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് വന്നു. എവിടെ? ഈ ആലപ്പുഴയില്, അങ്ങ് കുട്ടനാടില്ലേ അവിടെ. അന്ന് ഇവൾക്ക് 10-16 വയസ്സല്ലേ ഉള്ളൂ. അന്ന് ഇവളുടെ കൂടെ വേറൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ അലക്സ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാണെന്നാ തോന്നണേ. പിന്നെ മാമച്ചാരുണ്ടായിരുന്നു. എന്തെങ്കിലും ചാൻസ് വരട്ടെ, വിളിക്കാന്നും പറഞ്ഞ് ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് പറഞ്ഞു വിട്ടതാ. പക്ഷെ അവള് വൈകുന്നേരം വരെ മാത്രം അവിടെ നിന്നുള്ളെങ്കിലേ അതിന്റെ ഇടയിൽ അവള് കുറെ കണക്ഷൻസ് അങ്ങോട്ട് ഒപ്പിച്ചെടുത്തു. പിന്നെ ആരുടെയോ വണ്ടി കയറി പോണതും കണ്ടു. അപ്പൊ ഈ പരിപാടി അന്നേ തുടങ്ങിയതല്ലേ. അനന്ത, എന്തായാലും നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം, നാളെ തന്നെ ജനങ്ങൾ അറിയട്ടെ. അവളെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, KGS അങ്ങനെ കുറെയൊക്കെ. അവനൊക്കെ പണി കൊടുക്കണം അനന്ത, അവന്മാരെ നാണം കെടുത്തണം. ഇത് എല്ലാരും അറിയട്ടെ. അത് ശരിയാ കൊടുള്ളി, അത് നാളെ തന്നെ ചെയ്യണോട്ടാ. അതുമല്ല, അവളുടെ ഡൈവോഴ്സ് കേസേ ഇതോടുകൂടി ഒരു തീരുമാനാവും. ഇനി കോടതി എന്നെ പറയും അങ്ങോട്ട് പിരിഞ്ഞു പോകാനായിട്ട്. എനിക്കെന്റെ 2 കുഞ്ഞുങ്ങളെയും വേണം. ഇനി അവളുടെ കൂടെ ജീവിക്കണ്ട ഒറ്റ ദിവസം പോലും. നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ വരണം. ആദിത്യൻ ചേട്ടനും വരണം. നാളെ തന്നെ പോകണം തോണിക്കരയ്ക്ക്. എനിക്കെൻ്റെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരണം. ഇനി ഒരു ദിവസം പോലും ഇനി അവളുടെ ചൂട് പറ്റി അവർ ജീവിക്കരുത്. അത് കറക്റ്റ്, അങ്ങനെ തന്നെ വേണം.
പോലീസ്. പോലീസോ? ആ, നിങ്ങൾ പത്രക്കാരെയൊക്കെ അടിച്ചില്ലയോ? ദേ വന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചാ ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ. അനിയേ